ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഡെയിലി ബൂസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഡേ 12 ആണ്. 133/2024 നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഈ 3 സബ്ജക്റ്റുകളാണ് നമ്മൾ ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഈ ഡെയിലി ബൂസ്റ്റർ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവർക്കും മാർക്ക് പോകുന്ന ഈ 3 ഘട്ടങ്ങളും, അതായത് നമുക്കറിയാം 30 മാർക്കാണുള്ളത്. ആ 30 മാർക്കിൽ നമ്മളൊരു 28-27 മാർക്ക് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള GK പോർഷൻസ് ഒക്കെ നമുക്ക് മാർക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എന്താണ് ഈ ഒരു 133/24 എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിന്റെ മാർക്കഡ് PDF-ഉം അല്ലെങ്കിൽ ഒന്നുകിൽ മാർക്കഡ് PDF ഉണ്ടാകും, അല്ലെങ്കിൽ ഫൈനൽ ആൻസർ കീ ഉണ്ടാകും. അത് വെച്ച് നിങ്ങൾ GK പോർഷൻസും കൂടി എന്ത് ചെയ്യുക, പാരലലി നമ്മൾ ചെയ്തു പോവുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയ്തർ മിസ്റ്റർ ഗുപ്ത സൺ നോർ ഹിസ് ഡോട്ടർ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗുപ്തയുടെ ആൺമക്കളുമുണ്ട്, ഡോട്ടറുമുണ്ട്, അല്ലെ, പെൺകുട്ടിയുമുണ്ട്. ടു ദ ജിം റെഗുലർലി. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഇവിടുത്തെ വെർബ് എന്നാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. എന്തൊക്കെയായിരുന്നു? കുറേ നമ്മൾ വേർഡ്സ് പഠിച്ചില്ലേ? എന്തൊക്കെയാണ്? 2 സബ്ജക്റ്റിനെ നമ്മൾ ഒന്നുകിൽ ആസ് വെൽ ആസ്, അതേപോലെ എലോങ് വിത്ത്, ജസ്റ്റ് ഒന്ന് ഇത് റിവിഷൻ പോലെയാണ്. എലോങ് വിത്ത്, അതേപോലെ പിന്നെന്താണ് ടുഗദർ വിത്ത്, പിന്നെന്തായിരുന്നു ഇൻ അഡീഷൻ, ഇങ്ങനെ കുറേ ഉണ്ട്. ഇൻ അഡീഷൻ, പിന്നെന്താണ് അതേപോലെ റാദർ ദാൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടാണ്, കുറച്ചധികം ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെയാണ് നമ്മൾ ആ കണക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവിടെ 2 സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഈ പറയുന്ന വെർബ് എന്ന് പറയുന്നത്? എന്തിനെയായിരിക്കും? വെർബ് എഗ്രീസ്. വെർബ് എന്തിനെയാണ് എഗ്രി ചെയ്യേണ്ടത്? ഫസ്റ്റ് സബ്ജക്റ്റ് എന്താണോ അതിനെയാണ് നമ്മൾ വെർബ് എഗ്രി ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ വ്യത്യാസം എന്താന്ന് നോക്കിക്കേ. ഇനി ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടുത്തെ കണക്റ്റിംഗ് വേർഡ്സ് പറഞ്ഞു തരാം. എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത് നോക്കിക്കേ. നെയ്തർ നോർ വെച്ചിട്ടാണ് അല്ലെ ഇവരെ കണക്ട് ചെയ്തിരിക്കുന്നത്. നെയ്തർ നോർ. അപ്പൊ ഏതൊക്കെയാണ്? ഓർ വരാം, അതേപോലെ തന്നെ എയ്തർ ഓർ, പിന്നെന്താണ് നെയ്തർ നോർ, പിന്നെന്താണ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇങ്ങനെ കുറച്ച് കാര്യം ഈ ഒരു കൺജക്ഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്താണ് രണ്ടാമത്തെ സബ്ജക്റ്റ് വെർബ് എന്തിനെയായിരിക്കണം എഗ്രി ചെയ്യേണ്ടത്? വെർബ് എഗ്രീസ് സെക്കൻഡ് സബ്ജക്റ്റ് എന്താണോ അതിനെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വെർബ് എഗ്രി ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് വരണം? ഇവിടെ നമുക്ക് ഡോട്ടർ എന്ന് പറയുന്നത് ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എന്താവണം? ഈ തന്നിരിക്കുന്ന വെർബ് എന്തായിരിക്കണം? ഇത് സിംഗുലർ ആണ്. സോ വെർബ് എന്താവണം? അത് സിംഗുലർ ആയിരിക്കണം. ഇവിടുത്തെ സിംഗുലർ എന്ന് പറയുമ്പോൾ ഏത് വരും? ഗോസ് വരും. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഗോസ് ആണ്. അപ്പൊ ആ കണക്ടിങ് വേർഡ്സ് ഒന്ന് പഠിച്ചു വെച്ച് നോക്കിക്കേ. ഏതൊക്കെയാണ്? ഓറ്, എയ്തർ ഓറ്, നെയ്തർ നോറ്, ബട്ട് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇതൊക്കെ വരുവാണെങ്കിൽ വെർബ് എന്ന് പറയുന്നത് എപ്പോഴും എഗ്രീസ് ടു സെക്കൻഡ് സബ്ജക്റ്റ്. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞൊക്കെ എങ്ങനെയായിരുന്നു? ആസ് വെൽ ആസ്, അതേപോലെ തന്നെ അലോങ് വിത്ത്, ടുഗദർ വിത്ത്, അതൊക്കെ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? വെർബ് എഗ്രീസ് ടു ഫസ്റ്റ് സബ്ജക്റ്റ്. ആ 2 ടോപ്പിക്കുകളും പഠിച്ചു വെച്ചാൽ 1 മാർക്ക് നമുക്ക് എന്തായാലും ഉറപ്പിക്കാൻ പറ്റും. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ആ ഒരു എഗ്രിമെന്റ് അതായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഷീ കോൾഡ് മീ, അവൾ എന്നെ വിളിക്കുവാണെങ്കിൽ എന്താണ്? ഞാൻ എന്ത് ചെയ്യും? പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യുമെന്നാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കോൾഡ് എന്ന് പറയുന്നത് V2 ഫോമിലാണല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? V1. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നമ്മുടെ 10ാമത്തെ ഡെയിലി ബൂസ്റ്ററിലെ ഇത് നോക്കിക്കേ. V1 + വിൽ + V1 ആവണം. ഇവിടെ V2 ആണെങ്കിൽ എന്താവണം? വുഡ് + V1 ആകണം. ഇനി ഹാഡ് V3, ഞാൻ നമ്മുടെ 10 എഴുതിയപ്പോൾ ഇവിടെ V2 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതൊന്ന് ഞാൻ ചേഞ്ച് ചെയ്ത് ഞാൻ നമ്മുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാതെ പോയവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പറയുന്നത്. ഹാഡ് V3 ആണെങ്കിൽ എന്തായിരിക്കണം? അത് വുഡ് ഹാവ് ആയിരിക്കണം. വുഡ് ഹാവ് + V3 എന്ന ഫോർമാറ്റ് ആണ് വരേണ്ടത്. ഇവിടെ V2 ഫോം അല്ലേ, അപ്പൊ എന്താണ് വരേണ്ടത്? വുഡ് + V1 വരണം. ഇവിടെ വുഡ് + V1 എന്നുള്ള ഫോർമാറ്റിലുള്ളത് ഏതാണ്? വുഡ് അറ്റൻഡ് എന്നുള്ളതാണ്. വുഡ് ഹാവ് എന്ന് പറയുമ്പോൾ ഇവിടെ V3 ആയിരിക്കണം. അതിന് മുമ്പ് എന്ത് വേണം? ഒരു ഹാഡ് വേണം അല്ലെ. ഇവിടെ അതൊന്നും തന്നിട്ടില്ല. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ഇഫ് ഷീ കോൾഡ് മീ അല്ലെ, എന്താണ്? ഐ വുഡ് അറ്റൻഡ് ദ പാർട്ടി എന്ന് വരും. ഓക്കെ, അപ്പൊ എന്താണ്? V1 ആണെങ്കിൽ വിൽ + V1, V2 ആണെങ്കിൽ വുഡ് + V1, ഹാഡ് V3 ആണെങ്കിൽ എന്താണ് വരേണ്ടത്? വുഡ് ഹാവ് + V3 ആണ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ ആണ് പറയുന്നത്. എന്താണ്?
ഡാഷ് ബോയ് ഹു ടോക്ക്ഡ് ടു മീ യെസ്റ്റർഡേ ടേൺഡ് ഔട്ട് ടു മൈ ഓൾഡ് നെയ്ബേഴ്സ് സൺ. അതായത് ആരാണ് ആൺകുട്ടി? ഏത് ആൺകുട്ടി? ആ ആൺകുട്ടി ഏത് എന്നോട് ഇന്നലെ സംസാരിച്ച ആ ആൺകുട്ടി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് പറയേണ്ടത്, ദ ബോയ് ഹു ടോക്ക്ഡ് ടു മീ യെസ്റ്റർഡേ. ഇന്നലെ എന്നോട് സംസാരിച്ച ആൺകുട്ടി എന്താണ്? എന്റെ എന്റെ പഴയ നെയ്ബറിന്റെ മകനാണെന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്? ദ ആണ് പറയേണ്ടത്. ദ ബോയ് ഹു ടോക്ക്ഡ് ടു മീ യെസ്റ്റർഡേ ടേൺഡ് ഔട്ട് ടു ബി മൈ ഓൾഡ് നെയ്ബേഴ്സ് എന്നാണ്. ഐ വുഡ് റാദർ ഹാവ് ടീ ഡാഷ് കോഫി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, വുഡ് റാദർ. ഇവിടെ എന്താണ്? റാദർ വരുവാണെങ്കിൽ നമുക്കറിയാം റാദർ ദാൻ, അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഏതാണ് വരേണ്ടത്? ദാൻ ആണ് വരേണ്ടത് അല്ലെ? അതേപോലെ പ്രിഫർ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രിഫർ ടു അല്ലെ? ഐ പ്രിഫർ കോഫി ടു ടീ അങ്ങനെ പറയും. അതേപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്, ഐ വുഡ് റാദർ ഹാവ് ടീ ദാൻ കോഫി. അതെന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. നോക്കിക്കേ, ഇതിനെ പറയുന്ന പേരാണ് കോറിലേറ്റീവ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു സെന്റൻസിൽ രണ്ട് വാക്കുകളോ രണ്ട് ഫ്രേസുകളോ ഒക്കെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോഴേക്കും അതെന്താണ്, അതിന്റെ ബന്ധമാണ്. അതിന് പറയുന്ന ഏതൊക്കെയാണ്? എയ്തർ ഓർ വരാം, അതേപോലെ നെയ്തർ നോർ. ഇതൊക്കെ കണക്ടിങ് വേർഡ്സ് ആണ്. എയ്തർ ഉണ്ടെങ്കിൽ അത് അവസാനം എവിടെയെങ്കിലും ഒരു ഓർ ഉണ്ടാവണം. നെയ്തർ ആണെങ്കിൽ എന്താണ്? ചിലപ്പോൾ ഇതായിരിക്കും മിസ്സിംഗ് ആയിട്ട് തരുന്നത്, അവിടെ നോർ ഉണ്ടാവണം. വെദർ ആണെങ്കിൽ ഓർ വേണം. ബോത്തും ആൻഡുമാണ് കണക്ട് ചെയ്യുന്നത്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ വേണം. ഹാർഡ്ലി ഉണ്ടെങ്കിൽ എന്തായിരിക്കണം? വെന്ന് വരണം. സ്കേഴ്സ്ലി എന്ത് വേണം? വെന്ന് വരണം. നോ സൂണർ ദാൻ, റാദർ ദാൻ. ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ എയ്തർ ഓർ, എയ്തർ തന്നിട്ട് ചിലപ്പോൾ ഇതേപോലെ ഇവിടെ എയ്തർ ആയിരിക്കും തരുന്നത്. ഇവിടെ ഡാഷ് ഇട്ട് വന്നാൽ നമുക്കറിയാം എയ്തറിന്റെ അവിടെ കൂട്ടത്തിൽ നമുക്ക് എന്ത് വേണം? ഒരു ഓർ വേണം. നെയ്തർ നോർ, വെദർ ഓർ, ബോത്ത് ആൻഡ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഹാർഡ്ലി വെൻ, സ്കേഴ്സ്ലി വെൻ, നോ സൂണർ. ഇത് കണക്ട് ചെയ്ത് പഠിക്കണേ. ഹാർഡ്ലി, സ്കേഴ്സ്ലി വെൻ ആണ്. നോ സൂണറും റാദറും ദാൻ ആണ്. എയ്തറും വെദറും എന്താണ്? ഓറാണ്. നെയ്തർ നോർ, ബോത്ത് ആൻഡ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഒന്ന് വായിച്ച് 2-3 വട്ടം വായിക്കുമ്പോഴേക്കും നമുക്കതൊക്കെ കിട്ടിക്കോളും. നെക്സ്റ്റ് നോക്കാം. ഐ ആം ഓൾഡർ ദാൻ യു. ഇവിടെ ആമാണല്ലേ വന്നിരിക്കുന്നത്. ആമ വരുമ്പോഴേക്കും ഇവിടെ നമുക്കറിയാം ഇത് എന്താണ്? ഇത് പോസിറ്റീവ് ആണ്. നമുക്ക് ടാഗ് എന്താവണം? നെഗറ്റീവ് ആകണം. ആമ എന്ന് വരില്ല. എന്താണ്? ആറിൻ്റെ ഐ. ആം നോട്ട് എന്ന് വരില്ല കേട്ടോ. ആം നോട്ട് എന്ന് പറയില്ല. എന്താണ്? ആറിൻ്റെ ഐ എന്നാണ് വരേണ്ടത്. ആറിൻ്റെ ഐ. ഓക്കെ. ലിറ്റിൽ ആൻ ഓൾവേസ് ഡാഷ് ടു ഹെർ ഓൾഡർ ബ്രദർ എന്ന് പറയുമ്പോൾ എന്താണ്? ലിറ്റിൽ ആൻ ഓൾവേസ് എന്ത് വരണം ഇവിടെ? ലുക്സ് അപ് ടു ആണ്. ലുക്സ് അപ് ടു എന്ന് പറഞ്ഞാൽ ശരിക്കും റെസ്പെക്ട് ചെയ്യുക, റെസ്പെക്ട് എൽഡർ ബ്രദറിനെ, അതാണ് മീനിങ് വരേണ്ടത്. ഓക്കെ. ലുക്ക് ഇൻ ടു എന്താണ്? ലുക്സ് ഇൻ ടു എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ്. ലുക്സ് അറൗണ്ട് എന്ന് പറയുമ്പോഴും എന്താണ്? ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുക, ആ ഒരു മീനിങ് ആ വരേണ്ടത്. ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുക, കേട്ടിട്ടില്ലേ? എന്താണ്? ബി കെയർഫുൾ, അതാണ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം, ബി കെയർഫുൾ ആയിരിക്കണം, അതാണ് ലുക്ക് ഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ലുക്സ് ഇൻ ടു ആണ്. ലുക്സ് ഇൻ ടു. ലിറ്റിൽ ആൻഡ് ഓൾവേസ് ലുക്സ് ഇൻ ടു ഹെർ ഓൾഡർ ബ്രദർ എന്നാണ്. ഡയാന ഷൂസ് വെയർ ദ പെർഫെക്റ്റ് കോംപ്ലിമെന്റ് ടു ഹെർ എൻറ്റയർ ഔട്ട്ഫിറ്റ് എന്നാണ് പറയേണ്ടത്. ഇംപ്ലിമെന്റും ഇൻസ്ട്രുമെന്റ് ഒന്നും ആയിരിക്കില്ല നമുക്കറിയാം. ഇവിടെ ഏത് കോംപ്ലിമെന്റ് എന്നായിരിക്കും നമുക്ക് ഡൗട്ട് വരേണ്ടത്? ഇവിടെ വരേണ്ടത് കോംപ്ലിമെന്റ്, ഈ ആണ് വരേണ്ടത്. ഐ എന്ന് പറയുന്ന ആ കോംപ്ലിമെന്റ് എന്താണ്? നമ്മൾ കോംപ്ലിമെന്റ് കൊടുക്കുക എന്നുള്ളത്. ഈ കോംപ്ലിമെന്റ് എന്ന് പറയുന്നതാണ് കോംപ്ലിമെന്റ് ആംഗിൾസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? പരസ്പര പൂരകങ്ങളാണ്. അതായത് ആ ഒരു എൻറ്റയർ ഔട്ട്ഫിറ്റിന് ആ ഷൂസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണെന്നുള്ളതാണ്. അതാണ് ഈ കോംപ്ലിമെന്റ് വരുന്നത്. ഐ വരുമ്പോൾ എന്താണ് വരേണ്ടത്? അത് നമ്മൾ കോംപ്ലിമെന്റ് കൊടുക്കുക അല്ലെ? ആ ഒരു മീനിങ് ആണ്. The company gives bonus to its employees only. എന്തായിരിക്കും? Because dash the management is not very generous. മാനേജ്മെന്റ് അത്ര ജനറസ് ഒന്നും അല്ല, അതുകൊണ്ട് തന്നെ അവിടെ ബോണസ് കൊടുക്കുക എന്ന് പറയുന്നത് എന്തായിരിക്കും? എവറി നൗ ആൻഡ് ദെൻ, ടു മിസ് ദ ബോട്ട്, ടു സിറ്റ് ഓൺ ദ ഫെൻസ്, വൺസ് ഇൻ എ ബ്ലൂ മൂൺ. എന്താണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ? നമ്മളിപ്പോ ഒത്തിരി തവണ വൺസ് ഇൻ എ ബ്ലൂ മൂൺ പഠിച്ചല്ലേ? എന്താണ്? റെയർലി അല്ലെ? ബോണസ് കൊടുക്കുക എന്നുള്ളത് ആ ഒരു കമ്പനിയിൽ വളരെ റെയർ ആണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ ആണ്, വളരെ റെയർ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. കാരണം എന്താ? ആ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത്ര ജനറസ് ഒന്നും അല്ല, അത്ര ഉദാര മനസ്കരൊന്നും അല്ല. അതുകൊണ്ട് തന്നെ അതൊരു വൺസ് ഇൻ എ ബ്ലൂ മൂൺ ആണെന്ന് പറയാം. ഓക്കെ. നമുക്ക് കുറച്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് ഫ്രേസ് വിത്ത് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദ ഫോളോയിങ്. സൂസൻ ഡസൻ go to church as she called herself as someone who does not believe in the existence of God. ആരാണ്? ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരെ എന്താണ് പറയുന്നത്? ഏത്തിസ്റ്റ് ആണ്. ഏത്തിസ്റ്റ്. ഓക്കെ. ഏത്തിസ്റ്റ് എന്ന് പറയുന്നത് ദൈവമുള്ളവരാണ്. ഇനി എന്താണ് കുറച്ച് നമുക്ക് ആ ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കാം. എപ്പിടാഫ് എപ്പോഴും ചോദിക്കുന്നതാണ്. എപ്പിടാഫ് എന്ന് പറയുന്നത് എന്താണ്? ആൻ ഇൻസ്ക്രിപ്ഷൻ ഓർ ഓൺ അറ്റ് ദ ടോം ഓർ എ grave in memory on the
ഓൺ വൺ ബ്യൂറൈഡ്, അതായത് നമ്മൾ കുഴിച്ചെടുത്തില്ലേ ആൾക്കാരെ, അതായത് നമ്മൾ എന്താണ് അവരുടെ ശവകുടീരത്തിൽ എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ എപ്പിടാഫ് എന്ന് പറയുന്നത്. ഇനി ഹാങ്ങർ, ഹാങ്ങർ എന്ന് പറയുമ്പോൾ എന്താണ്? എ പ്ലേസ് വെയർ എയറോപ്ലെയിൻസ് ആർ കെപ്റ്റ്, എയറോപ്ലെയിൻസ് ഒക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്തെ പറയുന്ന പേരാണ് എന്ത്? ഹാങ്ങർ. ബ്ലാസ്ഫെമി, ബ്ലാസ്ഫെമി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ആക്ട് ഓഫ് സ്പീക്കിംഗ് ഡിസ്റെസ്പെക്ട്ഫുള്ളി അബൌട്ട് ദ സേക്രഡ് തിങ്സ്, അതായത് വിശുദ്ധമായ കാര്യങ്ങളെയും ദൈവങ്ങളെയൊക്കെ എന്താണ് ഒരു എന്താണ് റെസ്പെക്ട് ഇല്ലാണ്ട് സംസാരിക്കുന്നവരെയാണ് നമ്മൾ ബ്ലാസ്ഫെമി എന്ന് പറയുന്നത്. ഡെമോഗ്രഫി എന്താണ്? എ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ, ജനസംഖ്യാ പഠനമാണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഒംനിപൊട്ടന്റ്, ഒംനിപൊട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാവിങ് എ അൺലിമിറ്റഡ് പവർ, അതായത് ഫുൾ ഓൺ പവർ എന്ന് പറയത്തില്ല, അതിനെയാണ് നമ്മൾ ഒംനിപൊട്ടന്റ് എന്ന് പറയുന്നത്. കാനിബൽ, കാനിബൽ എന്ന് പറയുന്നത് എന്താണ്? വൺ ഹു ഈറ്റ്സ് ഫ്ലഷ് ഓഫ് ഹിസ് ഓൺ സ്പീഷീസ്, സ്വന്തം സ്പീഷിയിൽ തന്നെ എന്താണ് അവരുടെ മാംസം കഴിക്കുന്നവരെയാണ് കാനിബൽ എന്ന് പറയുന്നത്. ന്യൂമിസ്മാറ്റിക്സ് എന്താണ്? ദ സ്റ്റഡി ഓഫ് കോയിൻസ് ആണ് എന്താ ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ സെയിം മീനിങ് ആസ് കംപ്ലീറ്റ്, കംപ്ലീറ്റ് എന്നുള്ള മീനിങ് ആണ് നമുക്ക് വേണ്ടത് അല്ലെ, കംപ്ലീറ്റ്. ഓക്കെ, അപ്പൊ അവിടെ ഏതായിരിക്കും? ഹോള്, എല്ലാം ഹോളാണ്. ഇത് ഏതാണ്? നമ്മൾ ഈ ഹോളാണ് കേട്ടോ, ഹോൾ, ദ ഹോൾ, മൊത്തത്തിൽ എന്ന് പറയുന്ന മീനിങ് ആണ്. ഇതിനെ കുറച്ച് നമ്മൾ റെയർ ആയിട്ട് PSCക്ക് ചോദിച്ചിരിക്കുന്ന, അതായത് നമ്മൾ പെട്ടെന്നൊന്നും ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ മീനിങ്സ് ആയിട്ട് തന്നിരിക്കുന്നത്. സബ്സിഡി, എന്താണ് സബ്സിഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? അലവൻസ് ആണെന്ന് അല്ലെ. റെലക്റ്റൻ, റെലക്റ്റൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺവില്ലിങ്. ഓക്കെ, വേഗ്, വേഗ് എന്ന് പറയുമ്പോൾ എന്താണ്? വേഗ് ഐഡിയ, അത്ര ക്ലിയർ അല്ലാത്ത, ഇൻഡെഫിനിറ്റ് എന്ന മീനിങ് ആണ് അന്നത്തെ ആൻസർ കീഴിൽ നമുക്ക് അന്നത്തെ ആൻസറിൽ. അതായത് നമുക്കറിയാം സിനോണിംസ് എന്ന് പറയുന്നത് നമ്മൾ പര്യായം പോലെ ഒത്തിരി ഉണ്ടല്ലേ, അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന്, അപ്പൊ അന്ന് തന്നിരുന്ന ഏതാണ്? ഇൻഡെഫിനിറ്റ് ആണ്. ഇൻഅനിമേറ്റ്, ഇൻഅനിമേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നിർജീവം, നിർജീവം. അപ്പൊ എന്താണ്? ലൈഫ്ലെസ്. അബാൻഡൻഡ്, അബാൻഡൻഡ് എന്ന് പറയുന്നത് ഡെസേർട്ടഡ്, ഒറ്റപ്പെട്ട് കിടക്കുന്ന അല്ലെ, ആ ഒരു മീനിങ് ആണ്. അടുത്ത വരുന്നത് കോർട്ടിയസ്, എന്താണ്? പൊളൈറ്റ്, പൊളൈറ്റ് ആണ്, ഭയങ്കര മര്യാദയോടുകൂടിയുള്ളത്. അടുത്ത് നോക്കിക്കേ, എവനസെന്റ്, എവനസെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലീറ്റിംഗ്, ഫ്ലീറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഭയങ്കര കുറച്ചു നേരം, നിമിഷ നേരത്തേക്ക്, ആ ഒരു മീനിങ് ആ വരേണ്ടത്. ക്വിക്കായിട്ട് ഫെയ്ഡ് ആയി പോകുന്നത്, അത് തന്നെയാണ് ഈ ഫ്ലീറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ലാസ്റ്റിംഗ് ഫോർ എ വെരി ഷോർട്ട് ടൈം. നമ്മൾ എന്താണ്? നീരാവി പോലെ അല്ലെങ്കിൽ എന്താണ്? ജലകുമിളകൾ പോലെ, അതിന്റെ ആ ഒരു മീനിങ് ആണ് എവനസെന്റ് എന്ന് പറയുന്നത്. വളരെ ഷോർട്ട് പീരീഡിൽ പെട്ടെന്ന് അങ്ങ് പോകുന്നത്, ആ ഒരു മീനിങ് ആണ്. എക്സിക്യൂട്ട് ചെയ്യുക എന്താണ്? ഇംപ്ലിമെന്റ് ആണ്. ഫാബുലസ്, ഫാബുലസ് എന്ന് പറയുമ്പോൾ എന്താണ്? റിമാർക്കബിൾ. അടുത്ത എന്താണ്? ഇനക്വസ്, ഇനക്വസ് എന്ന് പറയുന്നത് എന്താണ്? ഹാംലെസ്, ഹാംലെസ് ആണ്. അടുത്തത് വരുന്നത് എന്താണ്? ഇൻഫ്യൂരിയേറ്റ്, ഇൻഫ്യൂരിയേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എൻറേജ്, എൻറേജ് എന്ന് പറയുമ്പോൾ എന്താണ്? മേക്കിംഗ് ആംഗ്രി, ദേഷ്യപ്പെടുത്തുക അല്ല, ഭയങ്കര ദേഷ്യമായിട്ട്, വെരി ആംഗ്രി, അതാണ് എൻറേജ് എന്ന് പറയുന്നത്. വെരി ആംഗ്രി, ഇതാണ് മീനിങ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനക്വസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇനക്വസ്, ഇനക്വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഹാംലെസ് എന്നാണ്, അതായത് നോട്ട് ഹാം ആണ്, അതായത് എന്താണ്? ഹാംലെസ്, ഹാംലെസ് എന്നുള്ളതാണ് അതിന്റെ മീനിങ് വരേണ്ടത്. ഇതൊക്കെ റെയർ ആയിട്ട് ചോദിക്കുന്നതാണ്, അതുകൊണ്ട് ഒന്ന് പഠിച്ചു വെക്കണേ. ഇനക്വസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹാംലെസ് ആണ്. ഫാബുലസ്, റിമാർക്കബിൾ, എക്സിക്യൂട്ട് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. എവനസെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലീറ്റിംഗ്, ക്വിക്ക്ലി ഫെയ്ഡ് ആയി പോകുക, നിമിഷ നേരത്തേക്ക് എന്നുള്ള മീനിങ് ആണ്. ലാവിഷ്, ലാവിഷ് എന്ന് പറയുമ്പോൾ എന്താണ്? ബൗണ്ടിഫുൾ, ബൗണ്ടിഫുൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ മലയാളമാണ്. 10 മലയാളമാണ് തന്നിരിക്കുന്നത്. നോക്കാം നമുക്ക്. ശരിയായ വാക്യം. യഥാസമയത്ത് എത്തിച്ചേർന്നു, ഓരോ വീട് തോറും കയറി പ്രചാരണം നടത്തി. ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല, ഒരു പക്ഷേ ഞാൻ വന്നെന്നു വരാം. അപ്പൊ ഇവിടെ ഏതാണ്? ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല, അതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ശരിയല്ലാത്ത രൂപം, ശരിയല്ലാത്ത രൂപമാണ് ചോദിച്ചിരിക്കുന്നത്. ജാള്യം നമ്മൾ പറയുന്നതാണ് അല്ലെ. അതേപോലെ ജളത, ജളത്വം, ഇത് രണ്ടും ശരിയാണ്. ജാള്യതയാണ് തെറ്റ്. നമുക്ക് എല്ലാവർക്കും തിരിഞ്ഞു പോയൊരു ആൻസർ ആയിരിക്കാം. PSCയുടെ ഫൈനൽ കീയിൽ വന്നത് ജാള്യത, ജാള്യത എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് പറയുന്നത്. ഈ ജളതയും ജാള്യവും ഒക്കെ ഞാനും കണ്ടു, നമ്മൾ ആ ഒരു സെർച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ജാള്യം, ജളത. പക്ഷെ ഈ ജളത്വം ഞാൻ കണ്ടില്ല, പക്ഷെ അവർ ശരിയല്ലാത്ത തന്നിരിക്കുന്നത് ജാള്യത, ജാള്യത എന്നുള്ളതാണ്. നമ്മൾ നോർമലി പറയുന്നത് ജാള്യത എന്ന് തന്നെയായിരുന്നു, പക്ഷെ അത് തെറ്റാണെന്നാണ് PSC പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. മകൾ എന്നർത്ഥമുള്ള പദം, മകൾ എന്ന് പറയുമ്പോൾ ആരാണ്? തനയ. സ്നുഷ ആരാണ്? സ്നുഷ പുത്രന്റെ ഭാര്യയാണ്. സ്നുഷ പുത്രന്റെ ഭാര്യ സ്നുഷയാണ്. അപ്പൊ മകളിന് മറ്റു പര്യായങ്ങൾ എന്തൊക്കെയാണ്? തനയ പറയാം, പിന്നെ എന്ത് പറയാം? പുത്രി പറയാം, പിന്നെന്താണ്? നന്ദിനി, നന്ദിനി, തനയ, പുത്ര. ഓക്കെ, അതേപോലെ തനുജ, ഇതൊക്കെ എന്താണ്? നമ്മുടെ മകൾ എന്നതിന്റെ പര്യായ പദങ്ങളാണ്. ഓക്കെ ആണല്ലോ.
നെക്സ്റ്റ് നോക്കാം. രവം വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. രവം നീരവം. അങ്ങനെയാണെങ്കിൽ രസം എന്താണ്? രസം വിപരീതം നീരസം. അങ്ങനെയാണെങ്കിൽ ലോഭം ലോഭിക്കുക, ഓപ്പോസിറ്റ് എന്താണ്? അലോഭം. ലോഭം അലോഭം. അങ്ങനെയാണെങ്കിൽ ലോഹ്യം എന്താണ്? ലോഹ്യം അലോഹ്യം. അലോഹ്യം. ഇതാണ് വിപരീത പദമായിട്ട് വരേണ്ടത്. അപ്പൊ രവം നീരവം, രസം നീരസം, ലോഭം അലോഭം, ലോഹ്യം അലോഹ്യം. അന്തഛിദ്രം എന്താണ്? പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്? അന്തഛിദ്രം. അന്തഛിദ്രം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നമുക്ക് ഇതേപോലെ വരുന്നത് നമുക്ക് കുറച്ച് നോക്കാം. മനസാക്ഷി. എങ്ങനെയാണ് അത് ചേർത്തെഴുതുമ്പോൾ വരുമ്പോ? മനസാക്ഷി. ഓക്കെ. നെക്സ്റ്റ് പറയാം മനഃശക്തി. ഇത് നിങ്ങൾ ചേർത്തെഴുതുക പിരിച്ചെഴുതുക എന്നുള്ളത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. LDCയുടെ സിലബസ് അനുസരിച്ചിട്ട് നമുക്കതിൽ സന്ധി പഠിക്കാനില്ല. ഓക്കെ. മനഃശക്തി എന്ന് പറയുമ്പോൾ എന്താണ്? മന പ്ലസ് ശക്തിയാണ് എന്ത്? മനഃശക്തി. ഓക്കെ. അടുത്തത് നിശബ്ദം. നീ പ്ലസ് ശബ്ദമാണ് എന്ത്? നിശബ്ദം എന്ന് പറയുന്നത്. നിശബ്ദം. ഓക്കെ. അപ്പൊ ഇത്രയും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെ പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അന്ധ പ്ലസ് ചിത്രം എന്താണ്? അന്തഃഛിദ്രമാണ്. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ. ആരാണ് ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ? അവനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജിജ്ഞാസു. ജ്ഞാനം അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവനെ പറയുന്ന പേരാണ് ജിജ്ഞാസു. അറിയാൻ ആഗ്രഹിക്കുന്നവനാണ് ആര്? ജിജ്ഞാസു. അപ്പൊ ജിഗീഷു എന്താണ്? ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ. ജയിക്കാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ അവൻ എന്ത് പറയും? ജിഗീഷു എന്ന് പറയും. ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു ആണ്. എങ്കിൽ പറയാനുള്ള ആഗ്രഹത്തെ എന്ത് പറയും? പറയാനുള്ള ആഗ്രഹം എന്താണ്? വിവക്ഷ. പറയാനുള്ള ആഗ്രഹമാണ് വിവക്ഷ. എങ്കിൽ ചെയ്യാനുള്ള ആഗ്രഹം എന്താണ്? ചെയ്യാനുള്ള ആഗ്രഹം. ചെയ്യാനുള്ള ആഗ്രഹം എന്താണ്? ചികീർഷ. ചെയ്യാനുള്ള ആഗ്രഹമാണ് ചികീർഷ. ഇനി ഈശ്വരവിശ്വാസം ഉള്ളവൻ. നമ്മൾ നേരത്തെ ഏത്തിസ്റ്റും തീസ്റ്റും പഠിച്ചില്ലേ? അപ്പൊ അതേപോലെ മലയാളത്തിലും പഠിച്ചു വെച്ചു. ഈശ്വരവിശ്വാസം ഉള്ളവൻ. ഉള്ളവനെ എന്താ പറയുന്നത്? ഈശ്വരവിശ്വാസം ഉള്ളവനാണെങ്കിൽ അവൻ ആസ്തികനാണ്. എന്താണ്? ആസ്തികൻ. അങ്ങനെയാണെങ്കിൽ ഈശ്വരവിശ്വാസം ഇല്ലാത്തവൻ എന്ത് പറയും? ഈശ്വരവിശ്വാസം ഇല്ലാത്തവനാണെങ്കിൽ അവനാണ് നാസ്തികൻ. നാസ്തികൻ. ഓക്കെ. അപ്പൊ ജയിക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ ജയിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ജിഗീഷു. പറയാനുള്ള ആഗ്രഹമാണെങ്കിൽ വിവക്ഷ. ചെയ്യാനുള്ള ആഗ്രഹമാണ് ചികീർഷ. അടുത്ത ഏതാണ്? ഈശ്വരവിശ്വാസം ഉള്ളവൻ ആസ്തികനും ഇല്ലാത്തവൻ നാസ്തികനുമാണ്. കിങ്കരൻ. കിങ്കരന്റെ സ്ത്രീലിംഗ രൂപമാണ് എന്ത്? കിങ്കരി. കിങ്കരി. കിങ്കരൻ കിങ്കരിയാണ്. അതേപോലെ നമ്പ്യാർ. എന്താണ്? നമ്പ്യാർ. സ്ത്രീലിംഗമാണ് നങ്ങ്യാർ. നമ്പ്യാർ നങ്ങ്യാറാണ്. അടുത്തത് നമ്പൂതിരി. നമ്പൂതിരി എന്താണ്? അന്തർജനം. അന്തർജനം. നമ്പൂതിരിയുടെ സ്ത്രീലിംഗ രൂപമാണ് അന്തർജനം. ചാക്യാർ. ചാക്യാർ എന്താണ് പറയുന്നത്? ചാക്യാർ ആണെങ്കിൽ ഇല്ലൊടമ്മ. ചാക്യാർ ഇല്ലൊടമ്മ. അടുത്തത് മാടമ്പി. മാടമ്പി ആണെങ്കിൽ എന്ത് പറയും? കെട്ടിലമ്മ. മാടമ്പി കെട്ടിലമ്മയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. അലിംഗമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ലിംഗം മനസ്സിലാകരുത്. നമുക്ക് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാവരുത്. മിടുക്കർ അല്ലെ? അവര് മിടുക്കരാണ് അല്ലെ? ആണുങ്ങളും ആകാം പെണ്ണുങ്ങളും ആകാം. അപ്പൊ തന്നെ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. വാക്മയം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വാക്മയം പിരിച്ചെഴുതുന്നത്? നമ്മൾ കുറെ ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാഗ് പ്ലസ് മയമാണ് വാക്മയം. വാഗ് പ്ലസ് മയം വാക്മയം. ഇത് എന്ത് സന്ധിയാണ്? ഇത് ആദേശ സന്ധിയാണ്. ആദേശ സന്ധി. അതായത് നമ്മളിവിടെ എന്താണ്? രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? ഒരു വർണ്ണം പോയിട്ട് അതിന്റെ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വരും അല്ലെ? ഒരു വർണ്ണം പോയി അതിന്റെ സ്ഥാനത്ത് എന്ത് വന്നു? മറ്റൊരു വർണ്ണം വന്നു. അതിനെയാണ് നമ്മൾ ആദേശ സന്ധി എന്ന് പറയുന്നത്. ആദേശം ചെയ്തു, ഒന്ന് മാറി മറ്റൊന്ന് വന്നു, അതിനെയാണ് ആദേശ സന്ധി എന്ന് പറയുന്നത്. ഇവിടെ സാധാരണ നമ്മൾ വിഗ്രഹിക്കുമ്പോൾ എന്താണ്? ഈ പ്ലസിന് മുന്നേ എന്ത് വേണം? ഒന്നുകിൽ ചന്ദ്രക്കല. ചന്ദ്രക്കലയിട്ട വ്യഞ്ജനാക്ഷരമായിരിക്കും. അല്ലെങ്കിൽ എന്താണ്? ചില്ലക്ഷരങ്ങൾ. ഓക്കെ. അല്ലെങ്കിൽ അനുസ്വാരം. അനുസ്വാരം എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മൾ എന്നൊക്കെ പറയത്തില്ലേ? ഈ ഒരു പൂജ്യമിട്ട് വരത്തില്ലേ? അപ്പൊ കം തം എന്ന് പറയത്തില്ല. അതിനെയാണ് നമ്മൾ അനുസ്വാരം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചേർത്ത് എഴുതുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എങ്ങനെയാണ്? സത് പ്ലസ് ആചാരം. എന്താണ് സത് പ്ലസ് ആചാരം?
സദാചാരം. ഇവിടെ എന്താണ് ഈ പറയുന്ന തേന്നൊരു വർണ്ണം അവിടെ പോയി പുതിയൊരു വർണ്ണം അവിടെ കയറി വന്നു. ഇവിടെ എന്താണ് ഈ ആചാരത്തിന് മാറ്റമുണ്ടോ? ഇല്ല. ആ എന്ന് പറയുന്നത് ഇവിടെ അവിടെ ഓൾറെഡി ഉണ്ടല്ലേ. അപ്പൊ സത് പ്ലസ് ആചാരം സദാചാരമാകും. കല് പ്ലസ് മതം എന്താകും? കന്മതമായിട്ട് മാറും. കല് പ്ലസ് മതം കന്മതമായിട്ട് മാറും. ഇനി പറയേണ്ട ഏതാണ്? ഇപ്പൊ നമ്മൾ ഓൾറെഡി ചന്ദ്രകല പറഞ്ഞല്ലേ. ഇനി ചില്ലക്ഷരങ്ങൾ വരും. ചില്ലക്ഷരങ്ങൾ വരുമ്പോ എങ്ങനെയാണ്? കൺ പ്ലസ് നീർ എങ്ങനെ വരും? കൺ പ്ലസ് നീർ അവിടെ എന്ത് വരും? കണ്ണീർ. ഓക്കെ. ഇനി എന്താണ്? താൻ പ്ലസ് കൾ എന്ത് വരും? താങ്കൾ. ഇതെല്ലാം ആദേശസന്ധിയാണ്. ഒന്ന് പോയി മറ്റൊന്ന് വരും. ഇനി പ്ലസിന് മുമ്പ് എന്ത് വരണം? പ്ലസിന് മുമ്പ് നമ്മുടെ അനുസ്വാരമാണെങ്കിലോ? അനുസ്വാരം അതായത് 0 ആണെങ്കിൽ എന്ത് വരും നോക്കാം നമുക്ക്. നിലം. നിലം പ്ലസ് അറ എന്താണ്? നിലം പ്ലസ് അറയാണ് നിലവറ. കണ്ട, ഒന്ന് പോയി അവിടെ മറ്റൊന്ന് വന്നു. അടുത്തെന്താണ്? ഘടം. ഘടം പ്ലസ് കഥ എങ്ങനെ എഴുതാം നമുക്ക്? കടങ്കഥ. ഘടം പ്ലസ് കഥയാണ് കടങ്കഥ. നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല്. കുടിക്കുന്ന വെള്ളത്തിൽ കോരിട്ടിളക്കരുത്, പിടിച്ചെടുത്ത് ഒടിക്കരുത്, ഉണ്ട ചോറ്റിൽ കല്ലിടരുത്, കുരുടന്മാരോടരുത്. അല്ലെ? കുരുടന്മാർ എന്ന് പറയുമ്പോൾ എന്താ? നിസ്സഹായരായ മനുഷ്യരാണ്, അവരെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്നതിന്റെ ശൈലിയാണത്. ഹരിചന്ദ്രനാകുക. എന്താണ് ഹരിചന്ദ്രനാകുക എന്ന് പറയുന്നത്? സത്യസന്ധനാണെന്ന് ഭാവിക്കുക. അല്ലെ? നീ വലിയ ഹരിചന്ദ്രൻ ചമയണ്ട എന്നൊക്കെ നമ്മൾ പറയും. എന്താണ്? വലിയ സത്യസന്ധനാവിയൊന്നും വേണ്ട എന്നുള്ള മീനിങ് ആണ്. മേനി പറയുക. എന്താണ് മേനി പറയുക? നമ്മുടെ വലിപ്പം പറയുക, അതിനെയാണ് മേനി പറയുക എന്ന് പറയുന്നത്. പിന്നെ പറയാം റാൻ മൂളുക. റാൻ മൂളുക എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും റാൻ മൂളിക്കുക, എന്ത് പറഞ്ഞാലും അവൻ എന്ത് ചെയ്യും? അനുസരിക്കുക. അതാണ് റാൻ മൂളുക എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ മാത്സ് ആണ്. എന്താന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 3.5 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറ്റൊരു കഷ്ണം വളച്ച് സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. സമചതുരത്തിന്റെയും സമഭുജ ത്രികോണത്തിന്റെയും വശങ്ങൾക്ക് ഒരേ നീളമാണെങ്കിൽ വശത്തിന്റെ നീളം എത്ര? ഇത്രയേ ഉള്ളൂ കാര്യം. 3.5 മീറ്ററിനെ നമ്മൾ എന്താക്കി മറിച്ചു? തുല്യ ഭാഗങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല, രണ്ടാക്കി മുറിച്ചു. അത് എങ്ങനെ വേണമെങ്കിലും ആകാം. അതിൽ ഒരു പീസ് എടുത്ത് നമ്മൾ എന്തുണ്ടാക്കി? ഒരു സമചതുരവും ഉണ്ടാക്കി, ഒരു പീസ് എടുത്ത് സമഭുജ ത്രികോണവും ഉണ്ടാക്കി. രണ്ടിന്റെയും വശങ്ങൾ തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. വശങ്ങൾക്ക് ഒരേ നീളമാണ്. അതായത് ഇത് എ ആണെങ്കിൽ ഇതിന്റെ സൈഡും എന്തായിരിക്കണം? എ ആയിരിക്കണം. അതായത് നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന ഈ ഒരു കമ്പിയെ ഇവിടെ മൊത്തം 4 സൈഡ് ഉണ്ട്, ഇവിടെ മൊത്തം 3 സൈഡ് ഉണ്ട്, മൊത്തം 7 ആക്കി മുറിച്ചു. അത്രേ ഉള്ളൂ അതിന്റെ മീനിങ്. 3.5 മീറ്റർ ഉള്ള കമ്പിയെ നമ്മൾ 7 തുല്യ ഭാഗങ്ങളായിട്ട് മുറിച്ചു. 4 എണ്ണം എടുത്ത് നമ്മൾ സമചതുരം ഉണ്ടാക്കി, ബാക്കി 3 എണ്ണോട് നമ്മൾ എന്തുണ്ടാക്കി? സമഭുജ ത്രികോണം ഉണ്ടാക്കി. അപ്പൊ ഈ പറയുന്ന എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന 3.5യെ നമ്മുടെ 7 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി എത്രയാണെന്നുള്ളത്. 3.5 മീറ്റർ നീളമുള്ള കമ്പിയല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇത് മീറ്ററിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് വേണ്ട എന്താണ്? സെന്റിമീറ്ററിലാണ്. 3 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 300 സെന്റിമീറ്റർ ആണ്. പ്ലസ് പിന്നെ എത്രയുണ്ട്? 3.5 അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു 50 കൂടി ഉണ്ട്. സോ 350നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. 7 വശങ്ങളല്ലേ ഉള്ളത്. അപ്പൊ 350 ഡിവൈഡ് ബൈ 7 എന്ന് പറയുമ്പോൾ 7 5 35 അല്ലെ? 7 35 കൂടി കട്ടാകും 5 തവണ. അപ്പൊ ആൻസർ എത്രയാണ്? 50 സെന്റിമീറ്റർ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 50 സെന്റിമീറ്റർ ആണ്. അതായത് ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു വലിയൊരു കമ്പിയുണ്ട്, അതിനെ 7 ആക്കി മുറിച്ചു, ഓരോന്നും 50 സെന്റിമീറ്റർ വീതം മുറിച്ചു. 4 എണ്ണം എടുത്തിട്ട് ഞാനൊരു സമചതുരം ഉണ്ടാക്കി, ബാക്കി 3 എണ്ണം എടുത്തിട്ട് ഞാനൊരു സമഭുജ ത്രികോണം. ഇതിന്റെ സൈഡും 50 ആണ്, ഇതിന്റെ വശങ്ങളും 50 ആണ്. നെക്സ്റ്റ് നോക്കാം. ഗാന്ധി ജയന്തിക്ക് 30% വിലക്കിഴിവ് അനുവദിച്ചപ്പോൾ ഒരാൾ 3500 രൂപ കൊടുത്ത് ഖാദി വസ്ത്രങ്ങൾ വാങ്ങി. എത്ര രൂപ വിലയുള്ള വസ്ത്രങ്ങളാണ് അയാൾക്ക് കിട്ടിയത്? 30% വിലക്കിഴിവെന്ന് പറയുമ്പോൾ നമുക്കറിയാം മൊത്തം എപ്പോഴും നമ്മൾ പറയുന്നത് 100%. 30% കിഴിവെന്ന് പറയുമ്പോൾ അയാൾ ഈ പറയുന്ന ഈ 3500 എന്ന് പറയുന്ന എത്രയാണ്? 70% ഈ പറയുന്ന 3500. എങ്കിൽ എത്ര രൂപയുടെ വസ്ത്രങ്ങൾ? 100% എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ? 70% എന്ന് പറയുന്ന 3500 ആണെങ്കിൽ 100 എത്ര? അത്രയേ ഉള്ളൂ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യണം? ഇങ്ങനെ വരുമ്പോൾ 2 എണ്ണം ഉള്ളതിനെ ഗുണിച്ച് 1 എണ്ണം ഉള്ളതിനെ ഹരിക്കണം. 2 എണ്ണം എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 100 × 3500 അല്ലെ? 2 എണ്ണം ക്രോസ് ചെയ്യുമ്പോൾ 2 എണ്ണം വരുന്നത്. ഡിവൈഡഡ് ബൈ 70 ചെയ്യണം. 0 0 കട്ടായി പോയി. 35 7ൽ എത്ര തവണയാണ്? 5 തവണ. 50 × 100 എന്ന് പറയുന്നത് 5000 ആണ്. 5000 രൂപയുടെ വസ്ത്രമാണ് അയാൾ എന്ത് ചെയ്തത്? ഈ പറയുന്ന 3500 രൂപയ്ക്ക് അദ്ദേഹം മേടിച്ചത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം.
അച്ചുവിന്റെ വീടിന്റെ ചുമര് തേയ്ക്കുന്നതിന് സിമന്റും മണലും 1:5 എന്ന അംശബന്ധത്തിലാണ് ഉപയോഗിച്ചത്. ഇതിനായി 45 ചാക്ക് സിമന്റ് വാങ്ങിയെങ്കിൽ എത്ര ചാക്ക് മണൽ മേടിക്കണം? അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? സിമന്റ്, മണല്. ഒരു ചാക്ക് സിമന്റിന് 5 ചാക്ക് മണൽ വേണം. അങ്ങനെയാണെങ്കിൽ 45 ചാക്ക് സിമന്റിന് എത്ര മണൽ വേണമെന്നാ ചോദിച്ചിരിക്കുന്നത്. സെയിം മെത്തേഡ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടെണ്ണമുള്ളതിനെ ഗുണിക്കുക, ഒരെണ്ണമുള്ളതിനെ ഹരിക്കുക. 45 × 5 ഡിവൈഡഡ് ബൈ, ഇവിടെ എത്ര ചെയ്യണം? 1 കൊണ്ട് ഹരിക്കണം. 45 × 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 225 ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 225 ചാക്ക് മണലാണ് അവിടെ വേണ്ടത്. 1:5 എന്ന അംശബന്ധം, ഇവിടെ ഏതും ആയിക്കോട്ടെ അംശബന്ധം വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു ചാക്ക് സിമന്റ് എടുത്താൽ നമുക്ക് 5 ചാക്ക് മണൽ ചേർക്കണം. 45 ചാക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 45 × 5 ചെയ്താൽ മതി, വേറെ കാര്യമൊന്നുമില്ല അതില്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 26 സെന്റിമീറ്റർ ആണ്. ചതുരത്തിന്റെ ചുറ്റളവ് 26 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നീളം 2 മടങ്ങും വീതി 3 മടങ്ങുമാക്കി മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് 62 സെന്റിമീറ്റർ ആയെങ്കിൽ ആദ്യത്തെ ചതുരത്തിന്റെ നീളം. അപ്പൊ നമുക്കറിയാവുന്നത് എന്താണ് ചുറ്റളവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? 2 × L + B, 2 × L + B ആണ് എന്താ ചുറ്റളവ് എന്ന് പറയുന്നത്. അത് എത്രയാണ്? 26 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2L + 2B എന്ന് വരും, which is equal to 26. ഓക്കെ, നമ്മുടെ ഒരു ഇക്വേഷൻ ആക്കി കിടക്കട്ടെ. അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്? നീളം എന്ന് പറയുന്നത് 2 മടങ്ങാക്കി, അപ്പൊ 2L ആയിട്ട് മാറി. വീതി എന്ന് പറയുന്നത് 3 മടങ്ങാക്കി, അപ്പൊ 3B ആയിട്ട് മാറി. അപ്പൊ ഇവിടെ എന്താണ്? അതിന്റെ ചുറ്റളവല്ലേ പറഞ്ഞിരിക്കുന്നത്? 62 സെന്റിമീറ്റർ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയും നമുക്ക് എന്ത് ചെയ്യണം? ചുറ്റളവ് എന്ന് പറയുമ്പോൾ 2 × L + B, അതല്ലേ പുതിയത്? അത് എത്രയാണ്? 62. ഇവിടെ എല്ലും ബി എന്ന് പറയുമ്പോൾ എത്ര കൊടുക്കണം? 2L ഉം 3B യും കൊടുക്കണം. നമ്മൾ പുതുക്കിയില്ലേ? ഓൾറെഡി ഉണ്ടായിരുന്ന എല്ലും ബി ഒക്കെ നമ്മൾ പുതുക്കി. ഇവിടെ നോക്കിക്കേ, 2L + 3B എന്ന് പറയുന്നത് എത്ര വരും? ഈ പറയുന്ന 2 നേരെ ഇപ്പുറം വന്ന 62 ഡിവൈഡ് ബൈ 2 ആകും. അതായത് 2L + 3B എന്ന് പറയുന്നത് എത്രയാണ്? 31 ആണ്. 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. നോക്കിക്കേ, 2L + 3B = 31, 2L + 2B = 26. രണ്ടും തമ്മിൽ കുറക്കാൻ നമുക്ക് വലുതിൽ നിന്ന് ചെറുത് കുറക്കണം. ഇവിടെ എന്താണ്? 2L കൂടി ക്യാൻസൽ ആയി പോയി, 0 വന്ന്. 3Bയിൽ നിന്ന് 2B കുറക്കുമ്പോൾ 1B കിട്ടും അല്ലെ. 31ൽ നിന്ന് 26 കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 ആണ്. അപ്പൊ ബി, അതായത് വീതി എന്ന് പറയുന്നത് എത്രയാണ്? വീതി 5 ആണ്. അങ്ങനെയാണെങ്കിൽ നീളം എത്രയായിരിക്കണം? ഇവിടെ നോക്കിക്കേ, 2 × L + B ആണ് എന്ത്? 26 എന്ന് പറയുന്നത്. അപ്പൊ L + B എന്ന് പറയുന്നത് 26 ഡിവൈഡ് ബൈ 2, L + B എന്ന് പറയുന്നത് 13 ആണ്. B എന്ന് പറയുന്നത് വീതി 5 ആണെങ്കിൽ ഇതെന്താണ്? വീതി 5 ആണെന്ന് നമുക്കറിയാം. അപ്പൊ നീളം എന്ന് പറയുന്നത് എത്ര വരും? 13 - 5, അതായത് 8 ആണ് നീളം എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇതൊക്കെ നമ്മുടെ 8ാം ക്ലാസ്സിലേക്ക് ചാപ്റ്റർ ആണ് കേട്ടോ. അതായത് നിങ്ങളുടെ SCERT ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്ത് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതൊക്കെ 8, 9ലേക്കാണ് നമ്മൾ ഈ പറയുന്ന 8, 9ലും. അതേപോലെ ഇത് 7ാം ക്ലാസ്സിലുണ്ട്. നമുക്ക് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് 7ാം ക്ലാസ് തൊട്ട് ഈ ഒരു സമവാക്യം ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കാം. 840 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിന് 5040 km സഞ്ചരിക്കാൻ എത്ര സമയം വേണം? എങ്ങനെയാണ് നമ്മൾ സമയം കണ്ടുപിടിക്കേണ്ടത്? സമയം എന്ന് പറയുന്നത് ദൂരം ബൈ വേഗത. ദൂരം ബൈ വേഗതയാണ് സമയം എന്ന് പറയുന്നത്. ദൂരം എന്ന് പറയുന്നത് 5040 ആണ്. ഇനി വേഗത എന്ന് പറയുന്നത് 840 ആണ്. 0 കട്ടായി പോകും. ആൻസർ എങ്ങനെ വരും? 504 ഡിവൈഡ് ബൈ 84 എന്ന് വരും. 504 84 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിക്കേ, 84 × 6 എന്ന് പറഞ്ഞാൽ 6 4 24. ശിഷ്ടം എത്ര വരും? 2 വരും. 8 × 6 48, 48 × 2 50 ആണ്. ഇതും കൂടി കട്ടായി പോകുമ്പോൾ ആൻസർ എത്ര വരും? 6 ആണ്. അപ്പൊ എത്ര മണിക്കൂർ വേണം? 5040 km സഞ്ചരിക്കാൻ ആ ഒരു വിമാനത്തിന് 6 മണിക്കൂർ മതിയാകും. രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിന് 2 മടങ്ങാകും എങ്കിൽ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പൊ നമുക്കറിയാം, രവിയുണ്ട്, വീണയുണ്ട് അല്ലെ. രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതൽ. അപ്പൊ നമ്മൾ പറയേണ്ടത് വീണയെ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അല്ലെ. വീണയെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വീണയുടെ വയസ്സ് നമുക്ക് എക്സ് ആക്കി കൊടുത്താൽ രവിയുടെ വയസ്സ് എത്രയായിരിക്കും? രവിക്ക് വീണയേക്കാൾ
10 വയസ്സ് കൂടുതലാണ്. അപ്പൊ X+10 ആയിരിക്കും ആൻസർ, രവിയുടെ വയസ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ ആകുമ്പോ എത്രയായിരിക്കും വയസ്സ്? നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ഇയാളുടെ വയസ്സ് നോക്കിക്കേ, X+10 ആയത് എത്രയാകും? X+11. ഒന്ന് കൂട്ടണ്ടേ? വീണയുടെ വയസ്സ് എത്രയായിരിക്കും? X+1. ഇനി ഇവിടെ ഈ ഒരു വയസ്സ് വെച്ചിട്ടാണ് ഇവർ കമ്പാരിസൺ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്താണ്? അടുത്ത വർഷം രവിയുടെ വയസ്സെന്ന് പറയുന്നത് വീണയുടെ വയസ്സിന്റെ 2 മടങ്ങാകും. ഇതാണ് വീണയുടെ വയസ്സ്. വീണയുടെ വയസ്സിന്റെ 2 മടങ്ങാകും. അപ്പൊ X+11 എന്ന് പറയുന്നത് 2x+2 ആണ്. ഇവിടെ എന്ത് വരും? 11 - 2 എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? 2x - x എന്ന് വരും. 11ൽ നിന്ന് 2 കുറക്കുമ്പോൾ 9 ആണ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഈ എക്സ് എന്ന് പറയുന്നത് ആരുടെ വയസ്സാണ്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രവിയാണ്. എക്സ് എന്ന് പറയുന്നത് വീണയല്ലേ. അപ്പൊ 9 വയസ്സ്. രവിയുടെ വയസ്സ് എത്രയായിരിക്കും? X+10 ആണ്. X9 ആണെങ്കിൽ X+10 എന്ന് പറയുമ്പോൾ എത്ര വരും? 19 വയസ്സാണ് ആരുടെ? രവിയുടെ നിലവിലത്തെ വയസ്സ് എന്ന് പറയുമ്പോൾ രവിയുടെ ഇപ്പോഴത്തെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 19 ആണ്. 2025 ഏപ്രിൽ മാസത്തിലെ ആദ്യ ദിവസം ബുധനാഴ്ചയായാൽ അവസാന ദിവസം, അതായത് ഈ പറയുന്ന ഏപ്രിൽ 1 എന്ന് പറയുന്നത് ബുധനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 1 ബുധനാണെങ്കിൽ അവസാന ദിവസം ഏപ്രിൽ മാസം എന്ന് പറയുന്നത് നമുക്കറിയാം 30 അല്ലെ, 30 ദിവസമാണുള്ളത്. ജൂലൈയിലും ആഗസ്റ്റിലും അല്ലേ നമുക്ക് അടുപ്പിച്ച് വരുന്നത്. അപ്പൊ ഏപ്രിൽ എന്ന് പറയുമ്പോൾ 30 ദിവസം വരും. ഏപ്രിലിൽ മൊത്തം 30 ദിവസമുണ്ട്. അപ്പൊ നമുക്കറിയാം 1 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ബുധൻ വരുന്ന എപ്പോഴായിരിക്കും? 7 കൂട്ടി എഴുതിയാൽ മതി. 8 ബുധനായിരിക്കും, 8 7 15 ബുധനായിരിക്കും, 22 ബുധനായിരിക്കും, 29 ബുധനായിരിക്കും. നമുക്ക് വേണ്ടത് 30 അല്ലേ. അപ്പൊ 29 കഴിഞ്ഞ് അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? വ്യാഴമായിരിക്കും. സോ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്ത് നോക്കാം? മൊത്തം 30 ദിവസമാണ്. ഒന്നാമത്തെ ദിവസം ബുധനാണെങ്കിൽ ബാക്കി ഇനി എത്ര ദിവസമുണ്ട്? 29 ദിവസമുണ്ട്. ഈ പറയുന്ന 29നെ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഹരിച്ച് നോക്കണം. 7 4 28. റിമൈൻഡർ എത്രയാണോ, എത്ര ഓഡ് ഡേയ്സ് ആണോ വരുന്നത് നോക്കാം. 1 ആണ് വന്നത്. അതായത് തന്നിരിക്കുന്ന ആൻസർ എത്രയാണോ ബുധൻ +1 ചെയ്താൽ മതി, നമുക്ക് കിട്ടും വ്യാഴമെന്ന്. അടുത്ത പദം കണ്ടെത്തുക. BEGJMORUW. അടുത്ത പദമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നോക്കിക്കേ, ഈ ബി എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. ഓക്കെ, ഇതാണ് നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് എത്രാമത്തെ നമ്പറാന്ന് നോക്കിക്കേ. ബി നമ്മുടെ 2ാമത്തെ നമ്പറാ ആണല്ലോ. ഈ ജെ എന്ന് പറയുന്ന എത്രാമത്തെയാന്ന് നോക്കിക്കേ. ജെ എന്ന് പറയുന്നത് 10ാമത്തെ നമ്പറാ. ജെ 10 ആണ്. 6 എന്ന് പറയുന്നത് 18ാമത്തെ നമ്പറാണ്. അപ്പൊ നോക്കിക്കേ, ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് 8 ആണ്. 8 കൂട്ടി പോയേക്കുന്നു. അപ്പൊ അടുത്ത എന്തായിരിക്കണം? 6 കഴിഞ്ഞ് 6 എന്ന് പറയുന്നത് എത്രയാണ്? 18ാമത്തെ നമ്പറാണ്. അതിനോട് നമ്മൾ എന്ത് കൂട്ടണം? 8 കൂട്ടണം. 8 8 16 അല്ലെ. അപ്പൊ എത്ര വരും? 26. അപ്പൊ ഇസഡ് ആണ് ആദ്യം വരേണ്ടത്. സോ ഇത് രണ്ടും അങ്ങ് വെട്ടിക്കോ. ഇനി ഇസഡ് ഉള്ളത് നോക്കണം. ഇനി സി ആണോ ബി ആണോ നോക്കണം. അടുത്തതിന്റെ റിലേഷൻ നോക്കിക്കേ. ഇ എന്ന് പറയുന്നത് എത്രാമത്തെയാണ്? ഇ എന്ന് പറയുന്നത് 5ാമത്തെ നമ്പറാണ്. എം എന്ന് പറയുന്നത് എത്രയാണ്? എം എന്ന് പറയുന്നത് 13 ആണ്. ഇവിടെയും എന്ത് ചെയ്തിട്ടുണ്ട്? 5 കഴിഞ്ഞിട്ട് 8 കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന എം കിട്ടുന്നത്. എം കഴിഞ്ഞിട്ട് യു എന്ന് പറയുന്നത് എത്രയാണ്? 21 ആണ്. 13നോട് 8 കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന 21 കിട്ടുന്നത്. അപ്പൊ അടുത്ത് എന്ത് ചെയ്യണം? ഈ പറയുന്ന 21നോട് നമ്മൾ 8 കൂട്ടണം. അപ്പൊ എന്ത് കിട്ടും? 29 കിട്ടും അല്ലെ. നമുക്കറിയാം 26 ലെറ്റേഴ്സേ ഉള്ളൂ. അഗൈൻ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് കൂട്ടുക. 26 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് 26 കുറച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 3 ആണ്. സോ 3ാമത്തെ ലെറ്റർ നോക്കിയാൽ മതി. സി ആണ്. സി. അപ്പൊ ആൻസർ ഏതാണ്? ഇസഡ് സിഇ. ഇനി അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇതെല്ലാം നമുക്ക് മനസ്സിലായി. പിന്നെ ആൻസർ ഏതാണ്? ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇസഡ് സിഇ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റും അതേ പാറ്റേൺ തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. 7 ആണ്. ജി എന്ന് പറയുന്നത് 7ാമത്തെ നമ്പറാണ്. ഒ എന്ന് പറയുന്നത് എത്രയാണ്? 15ാമത്തെ നമ്പറാണ്. 8 7 ആണ് 15 എന്ന് പറയുന്നത്. ഡബ്ല്യു എന്ന് പറയുന്നത് എത്രയാണ്? 23 ആണ്. 15നോട് 8 കൂട്ടുമ്പോഴാണ് നമുക്ക് 23 കിട്ടുന്നത്. ഈ പറയുന്ന നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം? 23നോട് 8 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 31 എന്ന് കിട്ടും അല്ലെ. 31 എന്ന് പറയുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം? 26 കുറക്കുമ്പോൾ 5 കിട്ടും. 5ാമത്തെ നമ്പർ ഏതാണ്? ഇ ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. എ എക്സിന്റെ സഹോദരിയും എക്സ് വൈയുടെ മകളും വൈ ഇസഡിന്റെ മകളുമാണെങ്കിൽ എയുടെ ആരാണ് ഇസഡ് എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എ എക്സിന്റെ സഹോദരി, എയും എക്സും എന്താണ്? സഹോദരങ്ങളാണ്. ഓക്കെ, എ എക്സിന്റെ സഹോദരി. എക്സ് എന്ന് പറയുന്നത് വൈയുടെ മകളാണ്. വൈയുടെ ഇങ്ങോട്ടാണ് അല്ലെ, മകളാണ്
എക്സ് എന്ന് പറയുന്നത്. ഇനി വൈ എന്ന് പറയുന്ന ആരാണ്? ഇസഡിന്റെ മകളാണ് വൈ. ഇസഡിന്റെ മകളാണ് വൈ, വൈയുടെ മകളാണ് എക്സ്, എക്സിന്റെ സഹോദരിയാണ് എ. അങ്ങനെയാണെങ്കിൽ എയുടെ ആരാണ് ഇസഡ്? എയും ഇസഡും നമ്മൾ ആരായിരിക്കും? അത് അമ്മമ്മയായിരിക്കും അല്ലെ? അമ്മയുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ, ആ ഒരു കൺസെപ്റ്റ് ആണ് വരേണ്ടത്. അപ്പൊ ഏതാണ്? അമ്മമ്മയാണ്. നെക്സ്റ്റ് നോക്കാം. ഒരു ക്ലോക്കിലെ സമയം 4:10. 4:10 എന്ന് പറയുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചിയാണ് ചോദിച്ചിരിക്കുന്നത്. 30h - 11/2m അല്ലെ? അവിടെ എത്ര വരും? 30 ഇൻറ്റു h എന്ന് പറയുന്നത് മണിക്കൂർ സൂചി, m എന്ന് പറയുന്നത് മിനിറ്റ് സൂചി. ഇവിടെ എത്രയാണ് മിനിറ്റ് ടൈം വരും? 4 - 11/2 ഇൻറ്റു 10 എന്ന് വരും. 30 ഇൻറ്റു 4 120 ആണ്. മൈനസ് ഇവിടെ കട്ടായി പോകും, 5 വരും, 55 എന്ന് വരും. 120 നിന്ന് 55 കുറക്കുമ്പോൾ എത്ര കിട്ടും? 65. ഓപ്ഷൻ ബി 65 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡെയിലി ബൂസ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് SCRT സീരീസുമായിട്ട് വൈകിട്ട് വീണ്ടും കാണാം. താങ്ക്